നിലമ്പൂരിൽ അൻവർ അടഞ്ഞ അധ്യായം എന്ന് പറയുമ്പോഴും അൻവറിനെ UDF വഞ്ചിച്ചു എന്നാണ് LDFന്റെ പക്ഷം. TP രാമകൃഷ്ണനാണ് എന്നൊരു പ്രതികരണം നടത്തിയത്. എന്നാൽ അൻവറിന്റെ പേര് പരാമർശിക്കാതെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് UDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചത്. നിലമ്പൂരിൽ മത്സരം UDFും LDFും തമ്മിലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അന്തിമ വിജയം നമുക്കായിരിക്കുമെന്നാണ് സതീശൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത്. UDF ആണ് ഈ ജനങ്ങളെ, ഈ ആളുകളെയെല്ലാം ഇങ്ങനെ വളരെ വഞ്ചിക്കുന്ന നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് അൻവറിന്റെ അനുഭവമായിട്ട് മാറിയില്ലേ? പറഞ്ഞു പറ്റിച്ചല്ലോ. നിങ്ങളൊന്ന് നേരെ നോക്കണം. ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ UDF ജയിക്കും. ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടുകൂടി തന്നെ UDF തുടങ്ങിക്കഴിയുകയാണ്. അൻവറിനെ ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായും ഔട്ടാക്കിക്കൊണ്ടാണ് ഇന്ന് നേതാക്കൾ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്തത്. അതിനിടയിൽ ലീഗ് നേതാവിന്റെ മലക്കം മറിച്ചിലാണ് ഇന്ന് ഈ പകലിൽ നമ്മൾ കണ്ടത്. അതും അൻവർ വിഷയത്തിൽ തന്നെ. അമൽ തേനമ്പറമ്പിൽ നിലമ്പൂരിൽ നിന്നും ചേരുകയാണ്. അമൽ, ഇനി PV അൻവറിന് അൻവർ ഇനി ഏതെങ്കിലും തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചോ മറ്റോ UDFനൊപ്പം ചേരാനുള്ള ഏതെങ്കിലും ഒരു വിദൂര സാധ്യതയുണ്ടോ? അൻവർ മത്സരിക്കുമ്പോൾ അത് ആരെ തോൽപ്പിക്കാനായിരിക്കും ഇടയാവുക? മറ്റൊന്ന്, UDF ക്യാമ്പിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത് ലീഗും കോൺഗ്രസും തമ്മിൽ അല്ലെങ്കിൽ UDFനിടയിൽ അൻവറിനെ ചൊല്ലിയുള്ള ഭിന്നത അത് അവസാനിച്ചോ? എന്താണ് UDF ക്യാമ്പിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെ മുന്നോട്ട് പോകും? പക്ഷേ ആ UDF ക്യാമ്പിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായി നിർണായകമായൊരു യോഗം ചേരുകയാണ്. നിലമ്പൂരിലെ റോസ് ഹോട്ടലിലാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉള്ളത്. ഇവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷന് ശേഷമാണ് ഇവിടേക്ക് എത്തിയത്. ഒരു ഐക്യപ്രഖ്യാപനമൊക്കെയാണ് കൺവെൻഷനിൽ ഉണ്ടായത്. എങ്കിലും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ അൻവറിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പല നേതാക്കളും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകരുത്, ഒരു വിധത്തിലും വിജയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് ഒരു നിർദ്ദേശം ഇന്നെന്തായാലും ഈ UDF യോഗത്തിലുണ്ടാകും. യോഗം മുകളിലത്തെ നിലയിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും അൻവറിൻ്റെ അവസ്ഥ, അൻവറിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അൻവറിന് അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഒരുങ്ങിയിട്ടില്ല. കാരണം UDFന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയല്ല, അടഞ്ഞു കിടക്കുന്ന വാതിലാണ്. അൻവറിന് മുന്നിൽ വാതിൽ അടഞ്ഞു എന്ന് നേതാക്കന്മാർ ഒന്നടങ്കം പറയുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് UDFന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നൊന്നും നിലവിലത്തെ അവസ്ഥയിൽ കരുതാനാകില്ല. അൻവർ ഒറ്റയ്ക്ക് മത്സരത്തിന് ഇറങ്ങേണ്ടി വരും. എന്തായാലും അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. UDF ക്യാമ്പിൽ വലിയ നഷ്ടമുണ്ടാക്കുമോ എന്നുള്ള ചോദ്യത്തിന് നഷ്ടമുണ്ടാക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല CPMന്റെ നിലപാടും അതുതന്നെയാണ്. അൻവർ പാർട്ടി വിട്ട് പോയപ്പോൾ തന്നെ അൻവറിനൊപ്പം ഉണ്ടായിരുന്ന പാർട്ടി വോട്ടുകൾ CPMലേക്ക് തിരിച്ചെത്തി. അതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാകില്ല എന്ന് CPMും പറയുന്നു. നിലവിലെന്തായാലും അൻവറിൻ്റെ സാന്നിധ്യം ആരെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഇരുമുന്നണിയിലും ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും അൻവർ ഏറ്റവും കുറഞ്ഞത് ഒരു 10,000-നടുത്ത് വോട്ടെങ്കിലും സമാഹരിക്കും എന്നുള്ളതാണ് ഇരുമുന്നണിയിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അത് ആർക്ക് തിരിച്ചടിയാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിനെ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രചരണ രംഗം സജീവമാവുകയാണ്. LDFന്റെ കൺവെൻഷൻ ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോൾ UDFന്റെ കൺവെൻഷനും കഴിഞ്ഞു. രണ്ടും കട്ടയ്ക്ക് എന്ന് പറയാൻ പരുവത്തിനുള്ള പരിപാടിയായിരുന്നു. നിറയെ ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല UDFന്റെ കൺവെൻഷനിൽ ഒരു ഐക്യപ്രഖ്യാപനം നടത്തിയാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതിനാൽ തന്നെ വിജയിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളും തേടണം, ഒരു വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകരുത് മുന്നണിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത്. അതിനിടയിൽ പോലും ഇന്ന് രാവിലെ നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ ലീഗിൻ്റെ ഒരു MLAയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും ചർച്ചയ്ക്കും വഴിതെളിച്ചു. അൻവറിനെ കൂടി കൂട്ടി മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു പ്രതികരണം. പക്ഷേ ആ പ്രതികരണത്തോട് യോജിക്കാൻ UDF കൺവീനർ അടക്കം ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം സംസാരിച്ച ലീഗ് നേതാക്കൾ പോലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നിലവിൽ എന്തായാലും UDF യോഗം മുകളിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം നേതാക്കന്മാരുടെ പ്രതികരണം എന്തായാലും UDF യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമൽ തേനമ്പറമ്പിൽ നിലമ്പൂരിൽ നിന്ന് നൽകുന്ന വിവരം.